സ്നേഹാർദ്രം. പാക്ക് ഒന്നും മനസ്സിലാവാതെ ഞങ്ങളെ നോക്കി. അപ്പോഴാ നിരഞ്ജൻ ചേട്ടന്റെ അമ്മ കുഞ്ഞാവേ എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. കുഞ്ഞാവയോ? എവിടെ? ഞാൻ ഞെട്ടി സിക്സ് പാക്കിനെ നോക്കി. അത് പിന്നെ അമ്മ എന്നെ അങ്ങനെ വിളിക്കുക. പാക്ക് ജാള്യതോടെ പറഞ്ഞു. ബെസ്റ്റ്. രേവു ചിരിക്കാൻ തുടങ്ങി. എത്ര ശ്രമിച്ചിട്ടും എനിക്കും ചിരി പിടിച്ചു നിർത്താൻ പറ്റിയില്ല. പാക്ക് ആകെ ചമ്മി തല താഴ്ത്തി. കുഞ്ഞാവേ, ഷർട്ട് എടുക്കാൻ ഞാൻ സഹായിക്കണോ? പാക്കിന്റെ അമ്മയാണ്. അമ്മ എന്തിനാ എന്നെ കുഞ്ഞാവേന്ന് വിളിക്കുന്നേ? നിരഞ്ജെന്ന് വിളിച്ചൂടെ? മനുഷ്യനെ നാണം കെടുത്താൻ. അപ്പോഴാ ആന്റി ഞങ്ങളെ ശ്രദ്ധിക്കുന്നത്. ഇവൻ ജനിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഇളയ കുട്ടി ഇവനായിരുന്നു. എല്ലാവരും കുഞ്ഞാവേന്ന് വിളിച്ച് അതങ്ങ് ശീലമായി. നിരഞ്ജന ജനിച്ചിട്ടും ആ വിളി മാറിയില്ല. ആന്റി ചിരിയോടെ പറഞ്ഞു. അമ്മ പോയിക്കോളൂ, ഷർട്ട് ഞങ്ങൾ എടുത്തു കൊടുക്കാം. ഞാൻ പറഞ്ഞതും ആന്റി ശരിയെന്ന് പറഞ്ഞു പോയി. പാക്ക് അപ്പോഴും ചമ്മി നിൽപ്പാണ്. അപ്പോ കുഞ്ഞാവയ്ക്ക് ഏതൊക്കെ കളറാ ഇഷ്ടം? രേവു തുടങ്ങി. പാക്ക് വിഷമത്തോടെ ഞങ്ങളെ നോക്കി. ഏട്ടൻ വിഷമിക്കണ്ട, ഇനി ഇവൾ കളിയാക്കിയാൽ ഞാൻ തല്ലുകൊടുത്തോളാം, ഞാൻ പാക്കിനോട് പറഞ്ഞു. പിന്നെ ഷർട്ട് എടുപ്പായി. രേവു ആണ് ഓരോന്നും സെലക്ട് ചെയ്യുന്നത്. പാക്ക് മറുപടി പറയാനും തുടങ്ങി. പതുക്കെ പതുക്കെ അവർ തമ്മിലുള്ള അകലം കുറയുന്ന കണ്ടു. രണ്ടാളും മറ്റെല്ലാം മറന്ന് ഷർട്ട് എടുപ്പ് തന്നെ. ചിലതൊക്കെ എടുത്തു പാക്കിന്റെ ദേഹത്ത് വെച്ച് രേവു എന്തൊക്കെ കമന്റ് പറയുന്നു. രണ്ടാളും ചിരിക്കുന്നു. എന്റെ സാന്നിധ്യം പോലും രണ്ടുപേരിലും മറന്നുപോയ പോലെ തോന്നി. പാക്ക് സെലക്ട് ചെയ്ത് ഷർട്ട് ധരിച്ചു നോക്കാൻ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. 8-10 ഷർട്ട് കയ്യിൽ പിടിച്ച് രേവും ഞാനും പുറത്ത് കാവൽ നിന്നു. അപ്പോഴാണ് അപർണ അവിടേക്ക് വന്നത്. ഇവിടെ നിൽക്കുവാണോ? ഡ്രസ് സെലക്ട് ചെയ്യുന്നില്ലേ? ഞങ്ങൾ നിരഞ്ജൻ ചേട്ടന് ഹെൽപ്പ് ചെയ്യാൻ. അതിന് ഈ കുട്ടി ഉണ്ടല്ലോ. ഭദ്ര വരൂ, വിഷ്ണുവേട്ടന്റെ അച്ഛനൊക്കെ ഷർട്ട് എടുക്കണ്ടേ? എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത്. ഞാൻ രേവുവിനെ നോക്കി. നീ നിരഞ്ജൻ ചേട്ടന്റെ ഒപ്പം അങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞ് അപർണയോടൊപ്പം നടന്നു. എന്റെ കയ്യിലെ അവളുടെ പിടുത്തം മുറുകി. എനിക്ക് കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. ദേഷ്യം വന്നെങ്കിലും കടിച്ചമർത്തി കൂടെ ചെന്നു. വിഷ്ണുവേട്ടനും അമ്മയുമെല്ലാം സാരി സെക്ഷനിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നു. എന്നെ കണ്ടതും ഏട്ടൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടി എല്ലാവർക്കുമുള്ള ഷർട്ടും മറ്റും സെലക്ട് ചെയ്തുമല്ലോ. ഞങ്ങൾ സാരി എടുക്കാൻ പൊക്കോട്ടെ? ധൈര്യമായി പൊക്കോളൂ. വിഷ്ണുവേട്ടനും അച്ഛനുമുള്ള ഷർട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാം. ഉച്ചയ്ക്ക് ശേഷം സാരി സെക്ഷനിലോട്ട് ഞങ്ങൾ വരാം, അപർണയാണ് മറുപടി പറഞ്ഞത്. എല്ലാവരും പോയതും അവൾ എന്നെ നോക്കി. നിനക്ക് നല്ല മുടിയുണ്ടല്ലോ. എന്റെ മുടിയിൽ പിടിച്ചൊന്ന് ഉലച്ചിട്ടാണ് ചോദ്യം. ഷർട്ട് എടുക്കേണ്ടേ? ഞാൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു. പിന്നെ വേണ്ടേ? ദേ അവിടെയാണ് നല്ല സെലക്ഷൻ ഉള്ളത്, അങ്ങോട്ട് ചെല്ല്. അവൾ കുറച്ചു ദൂരെ ഒരിടത്തേക്ക് ചൂണ്ടിക്കാട്ടി. കടയിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞാൻ അവൾ ചൂണ്ടിക്കാട്ടിയ ഭാഗത്തേക്ക് ചെന്നു. ഞെട്ടിപ്പോയി. ശിവേട്ടൻ അവിടെ ഷർട്ട് സെലക്ട് ചെയ്ത് നിൽക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അപർണതെ ആളുകളെ വകഞ്ഞു മാറ്റി ഒറ്റന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഞാൻ അവിടെ തന്നെ നിന്ന് നോക്കി. കാര്യങ്ങൾ എവിടം വരെ പോകുമെന്ന് അറിയണമല്ലോ. അപർണ എന്നെ കാണിക്കാനാവണം മുഖത്തൊരു ചിരിയൊക്കെ ഫിറ്റ് ചെയ്താണ് സംഭാഷണം. ഒറ്റാന്റെ മുഖത്ത് വലിയ ചിരിയൊന്നും കാണാനുമില്ല. ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ആൾ ഓരോ ഷർട്ട് എടുത്തിട്ട് അവിടെയുള്ള കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് ഭംഗിയൊക്കെ നോക്കുവാണ്. പിന്നെ താമസിച്ചില്ല, എന്റെ പ്രതിബിംബം കണ്ണാടിക്കിട്ടാകുന്ന വിധത്തിൽ ഞാൻ നിന്നു. അപർണ പിന്നെ നമ്മളെ കാണിക്കാനുള്ള ഷോ നടത്തുന്ന തിരക്കിലാണ് ശ്രദ്ധ. എപ്പോഴോ ഷർട്ട് എടുത്ത് ഭംഗി നോക്കുന്ന വഴിക്ക് ശിവേട്ടൻ എന്നെ കണ്ടു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും ഞാൻ മാറിക്കളഞ്ഞു. പിന്നെ ഒരു ഒളിച്ചുകളിയായിരുന്നു. ആളെ എന്നെ നോക്കി കറങ്ങുന്ന കണ്ടു. അപർണ ഷോ അപ്പോഴും നടക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ സാരി സെക്ഷനിലേക്ക് പോയി. രേവുവും പാക്കും അപ്പോഴേക്കും ഷർട്ട് സെക്ഷൻ വിട്ട് രേവുവിനുള്ള ലാച്ച് സെലക്ഷൻ തുടങ്ങിയിരുന്നു. രണ്ടാളുടെയും ലോകത്ത് മറ്റാർക്കും പ്രവേശനമില്ലെന്ന് തോന്നി. ഞാനത് കണ്ട് രസിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ ഭാവി നാത്തുൻ ഒരു ലാച്ചയുമായി വന്നത്. ഇത് ഭദ്രക്കുട്ടിക്ക് നല്ല മാച്ചായിരിക്കും, നോക്കിക്കേ. കൊള്ളാം, ഇഷ്ടമായി, ഞാൻ പറഞ്ഞു. ഒന്ന് പോയി ഇട്ടു നോക്കൂ, ചേരുന്നുണ്ടോ എന്ന് അറിയാലോ. ശരി, ഞാൻ നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് ലാച്ചയും വാങ്ങി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. 4-5 റൂം ഉള്ളതിനാൽ മിക്കതിലും ആളുണ്ടായിരുന്നു. ഒടുവിലത്തെ റൂം ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് തോന്നി. വാതിലിനടുത്ത് എത്തിയതും ആരോ വന്നെന്നെ വലിച്ച് അകത്തിട്ട് വാതിലടച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ശിവേട്ടൻ. എന്റെ ഹൃദയം ഇപ്പോ പൊട്ടുമെന്ന് തോന്നി. 2 കൈയും ഭിത്തിയിൽ വെച്ച് അതിനിടയിൽ നിർത്തിയിരിക്കുകയാണ് എന്നെ. എന്നെ തന്നെ നോക്കി നിൽപ്പാണ്. തല ഉയർത്താൻ തോന്നിയില്ല. നീ എന്താ ഒളിച്ചു കളിക്കുക? എന്താണ് ഇന്നലെ നിന്റെ തവളക്കരച്ചിലൊന്നും കേട്ടില്ലല്ലോ. ഞാൻ മിണ്ടിയില്ല. കുടുംബമടക്കം എത്തിയിട്ടുണ്ടല്ലോ, എന്താ കാര്യം?
ഞാൻ കുനിഞ്ഞു നിന്നു. മുഖത്ത് നോക്കടി, ആജ്ഞ വന്നു. ഞാൻ മെല്ലെ മുഖമുയർത്തി. ഒറ്റയാന്റെ കണ്ണുകളിൽ ഞാൻ തെളിഞ്ഞു നിൽക്കുന്നത് കണ്ടു. ഒറ്റയാനും എന്റെ കണ്ണുകൾ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറച്ചു നിമിഷം എടുത്തു രണ്ടാൾക്കും ബോധം വരാൻ. എന്തിനാ വന്നത്? ചോദ്യത്തിൽ വല്ലാത്തൊരു മയമുണ്ടായിരുന്നു. ഏട്ടന്റെ എൻഗേജ്മെന്റ് ആണ്. നിന്റെ ഏട്ടൻ ആ കുതിരയെ തന്നെ കെട്ടാൻ തീരുമാനിച്ച? ഞാൻ ചെറഞ്ഞു നോക്കി. ഒറ്റയാന്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. നാളെ നീ അമ്പലത്തിലെങ്ങാനും പോകുന്നുണ്ടോ? എന്താ കാര്യം എന്ന മട്ടിൽ ഞാൻ നോക്കി. അമ്മയുടെ പിറന്നാളാണ്, ഞാൻ പോകുന്നുണ്ട്. ഞാൻ വരാം. ഈ മാതിരി കോപ്രായ തുണിയൊന്നും ചുറ്റി ഇറങ്ങേണ്ട, വല്ല സാരിയോ മറ്റോ ചുറ്റിയാൽ മതി. ആട്ടെ, നീ എന്തിനാ ഇപ്പോ ഇങ്ങോട്ട് വന്നത്? അത് പിന്നെ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ടു നോക്കാൻ. പിന്നെ എന്തിനാ വൈകിക്കുന്നത്? കാര്യം മനസ്സിലാവാതെ ഞാൻ ഒറ്റയാനെ നോക്കി. പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്ത് പോകാൻ നോക്കൂ. ഞാൻ നോക്കുമ്പോൾ ഒറ്റയാന്റെ മുഖത്തൊരു കള്ളച്ചിരി വിരിഞ്ഞു. അപ്പോ ശരി, സാർ പോയാട്ടെ, ഞാൻ ഗൗരവത്തിൽ പറഞ്ഞു. ഓ എന്തിന്? ഞാൻ ഇവിടെ ആർക്കും ശല്യമാകെ നിന്നോളാം. നീ പെട്ടെന്ന് മാറിപ്പോകാൻ നോക്ക്. ചി, ഇറങ്ങു മനുഷ്യ, നാളമില്ലേ നിങ്ങൾക്ക്? എന്തിന്? നീ എന്റെ ഭാര്യയല്ലേ? ആ ബോധമൊക്കെ ഉണ്ടോ? എന്തായാലും ഒളിസേവ നടക്കൂല മോനെ. വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്, ഞാൻ കനപ്പിച്ചു പറഞ്ഞതും. വോ, വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ആള് വാതിൽ തുറന്നു. പുറത്തു നിൽക്കുന്നവരെ കണ്ട് ഞങ്ങൾ രണ്ടാളും ഞെട്ടി. ഞങ്ങളെ കണ്ട അവരും. രേവും സിക്സ് പാക്കും. ഒറ്റയാൻ രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോയി. ഞാൻ നോക്കുമ്പോൾ സിക്സ് പാക്കിന്റെ കിളികളെല്ലാം പറന്നുപോയ മട്ട്. എല്ലാവരെയും ഓഡിയോ സിസ്റ്റം ഒന്നിച്ചടിച്ചുപോയ അവസ്ഥ. എന്തായിരുന്നടി അതിനകത്ത്? രേവുവിന്റെ സിസ്റ്റമാണ് ആദ്യം ഓണായത്. ഡ്രസ് മാറാൻ കയറിയതാ. അപ്പോൾ വായിൽ വന്ന് ഞാൻ പറഞ്ഞു. ഡ്രസ് മാറാനാ? അവന്റെ കൂടെയാ? സിക്സ് പാക്ക് അന്തം വിട്ട് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞില്ലേ അപാകത കത്തിയത്. ഏയ്, ശിവേട്ടൻ വെറുതെ നോക്കിക്കൊണ്ട് നിന്നതേ ഉള്ളൂ. അവൻ നോക്കിക്കൊണ്ട് നിന്നാ? സിക്സ് പാക്ക് ആണ്. ഞാൻ നാവ് കടിച്ചു. അതല്ല ചേട്ടാ, നീ എന്തൊക്കെയാടി വിളിച്ചു പറയുന്നേ? രേവുമാണ്. അപ്പോഴാണ് പാക്കിന്റെ ഒന്ന് രണ്ട് കിളി തിരിച്ചു വന്നത്. ഇവനെന്നെ നില ലവർ? ഇവളുടെ ലവറാണാ? രണ്ടുപേർക്കും കൂടി ഒരു ലവറാ? ഓ, ഇങ്ങനൊരു പൊട്ടൻ. എന്റെ ലവറല്ല മനുഷ്യ, അവളുടെ കെട്ടിയോൻ. അവളുടെ കെട്ടിയോനാ? അപ്പൊ നിന്റെ കെട്ടിയോനാ? എന്റെ കെട്ടിയോനല്ലേ ഇതേ നിൽക്കുന്നത്? രേവ് കൂളായി പാക്കിന്റെ ചൂണ്ടി പറഞ്ഞു. അതോടെ പാക്കിന്റെ തിരിച്ചു വന്ന കിളിയും നാടുവിട്ടു. ആണിയടിച്ചു വെച്ച പോലെ പാക്ക് അവിടെ തറഞ്ഞിരുന്നു. ഇപ്പോഴെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക് എന്തിനാ തല്ല് കിട്ടിയതെന്ന്? ഇല്ല. ബെസ്റ്റ്. എടോ മനുഷ്യ, അയാളുടെ മുന്നിൽ വെച്ച് അയാളുടെ ഭാര്യയെ കയറി പിടിച്ചാ പിന്നെ അയാൾ നോക്കി നിൽക്കുമോ? എന്നാലും പെണ്ണുമ്പുള്ള എന്ന് പറയുമ്പോ. രേവു അപ്പോ തന്നെ സിക്സ് പാക്കിനെ വലിച്ചൊരു മൂലയിൽ കൊണ്ടുപോയി എന്തൊക്കെയോ പറയുന്ന കണ്ട്. ഞാൻ എന്തു പറഞ്ഞാലും അത് അബദ്ധമായി മാറുന്ന കൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നതേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോൾ സിക്സ് പാക്ക് ആദ്യം നിവർന്നു നിന്ന് കേൾക്കുന്നു കണ്ടു. പിന്നെ നോക്കുമ്പോൾ ആളിതേ ഭിത്തിയിൽ ചാരി നിന്ന് എന്നെ ആരാധനയോടെ നോക്കുന്നു. രേവു അപ്പോൾ പറച്ചിൽ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് രണ്ടാളും മടങ്ങി വന്നു. എന്നാലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നൊരു ഭാവം സിക്സ് പാക്കിന്. ഞാനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അപ്പോഴേക്കും നിരഞ്ജന ചേച്ചിയും വന്നു. ഡ്രസ് ഇട്ട് നോക്കിയോ മോളെ? ഇല്ല, എനിക്ക് സാരി മതി. ആണോ? എന്നാൽ വാ, ഞാൻ 2-3 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ മൂന്നാളും സാരി സെക്ഷനിലേക്ക് പോയി. പിന്നെയും 2-2.5 മണിക്കൂർ സാരിയോടെ മൽപ്പിടുത്തമായിരുന്നു. തിരികെ യാത്രയിലായിരുന്നു രസം. സിക്സ് പാക്ക് ഏട്ടനും ഞാനും രേവും നിരഞ്ജനയുമായിരുന്നു ഒരു വണ്ടിയിൽ. ഞാൻ നോക്കുമ്പോൾ ഏട്ടൻ ദേ മിററിലൂടെ നാത്തൂനെ വായി നോക്കുന്നു. സിക്സ് പാക്ക് രേവുവിനെയും. 4 ആളും വേറേത് ലോകത്താണ്. വണ്ടി അങ്ങനെ ഓടുന്നേ എന്നുള്ളൂ. വീട്ടിലെത്തിയിട്ട് എത്തിയെന്ന് പറഞ്ഞാൽ മതി എന്ന അവസ്ഥ. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്ത് ഞാനും വരുന്നു. വീടെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. രാവിലെ ഒന്ന് അമ്പലത്തിൽ പോണം, അച്ഛനാണ്. അപ്പോഴാണ് ഞാൻ ശിവേട്ടൻ പറഞ്ഞ കാര്യം ഓർത്തത്. ഞാനും വരുന്നു അച്ഛാ. ഇതെന്താ രണ്ടാൾക്കും പെട്ടെന്നൊരു ഭക്തി? ഏട്ടനാണ്. അച്ഛൻ ഒന്നും മിണ്ടിയില്ല. ഞാൻ റൂമിൽ ചെന്ന് ഫ്രഷായി ഉടനെ ഒറ്റയാനെ വിളിച്ചു. എന്താടി, നിന്റെ സിക്സ് പാക്ക് ജീവനോടെ ഉണ്ടാ? എന്റെ സിക്സ് പാക്കോ? അത് രേവുവിന്റെ സിക്സ് പാക്കാ. രേവുവിന്റെ പാക്കാ? നീ എന്നെ കുടുക്കി കെട്ടിയ പോലെ അവളും അവനെ കെട്ടിയാ? കുടുക്കി കെട്ടിയെന്നാ? ആര്, ഞാനോ? നിങ്ങളല്ലേ മനുഷ്യ കെട്ടുവോന്ന് ചോദിച്ചോണ്ട് വന്നേ? ഞാൻ കെട്ടുവോന്ന് ചോദിച്ച ഉടനെ ഏതെങ്കിലും പെണ്ണ് ചാടിക്കയറി കെട്ടാന്ന് പറയുമോ? അത് നിങ്ങൾ എന്നെ വാശി കയറ്റിയത് കൊണ്ടല്ലേ. അപ്പോ വാശി കയറ്റിയാ നീ എന്തും ചെയ്യുവല്ലേ? ആ ചെയ്യൂ. ഷോ, കഷ്ടമായിപ്പോയി. എന്താ? അറിഞ്ഞിരുന്നേ ഞാനത് മാക്സിമം വാശി കയറ്റിയേനല്ലോ. ചി, വൃത്തികെട്ട മനുഷ്യൻ. കോഴിപ്പൂവും വെച്ച് ഇറങ്ങിയേക്കുവാ.
കോഴിപ്പൂവോ? ഞാൻ എപ്പോഴാടി കോഴിയായേ? ആ അപർണ കോഴി ചുറ്റും കുറുകി നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതിനിപ്പൊ ഞാനെന്ത് ചെയ്യാനാ? ഓ അത് ശരി, എന്നോട് ആ സിക്സ് പാക്ക് മിണ്ടിയപ്പോൾ ഓടിച്ചിട്ട് തല്ലുവായിരുന്നല്ലോ. ആ പാവത്തിന് ഇപ്പോ നിങ്ങൾ കാര്യം വന്നപ്പോൾ എന്ത് ചെയ്യാൻ പോലും. എന്നാ നീ പോയി അവളെ തല്ല്. ഞാൻ പറഞ്ഞോ തല്ലണ്ടെന്ന്? ഒരു ദിവസം ഞാൻ അവൾക്കിട്ട് കൊടുക്കും 2 ആയിക്കോട്ടെ. നാളെ അപ്പച്ചിയുടെ പിറന്നാളാണോ? എന്താ പിറന്നാൾ സ്പെഷ്യൽ? ഇവിടെ സ്പെഷ്യലൊന്നുമില്ല. പായസം വെക്കും, അത്ര തന്നെ. അമ്പലത്തിലും പോകും. പിന്നെന്തോ ശിവേട്ടൻ സംസാരിക്കാൻ താല്പര്യം കാട്ടിയില്ല. വൈക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. രാവിലെ കുറിച്ചൊരുങ്ങി അമ്മയുടെ ഒരു സെറ്റ് മുണ്ടും ഒക്കെ എടുത്തുകൊടുത്ത് തനി നാടൻ ലുക്കിലാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അച്ഛൻ എന്നെ കണ്ണുമച്ചിമാ നോക്കി നിൽക്കുന്ന കണ്ടു. ഞാൻ അച്ഛ എന്ന് വിളിച്ചപ്പോഴാണ് അച്ഛൻ ഓർമ്മയിൽ നിന്ന് മടങ്ങി എത്തിയത്. അമ്പലത്തേക്കുള്ള യാത്രയിലുടനീളം അച്ഛൻ നിശബ്ദനായിരുന്നു. അമ്പലത്തിൽ ചെന്നപ്പോൾ കണ്ടു ആൾത്തറയെ ശിവേട്ടൻ ഇരിക്കുന്നു. അച്ഛനെ എന്റെ കൂടെ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നി. ആള് പെട്ടെന്ന് മുന്നോട്ട് നടന്നു. അമ്പലത്തിൽ കുറച്ചു തിരക്കുണ്ടായിരുന്നു. അപ്പച്ചി നടയിൽ പ്രദക്ഷിണം വയ്ക്കുന്ന കണ്ടു. അച്ഛനെ കണ്ടതും ഒതുങ്ങി മാറി തല കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടു. വല്ലാത്തത് വീർപ്പൂട്ടുന്ന ആ അവസ്ഥയിലും ഞാൻ ഒരു സുഖം അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആൾത്തിരക്കിടയിൽ നിന്ന് 2 കണ്ണുകൾ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ശിവേട്ടന്റെ ആ നോട്ടം ആസ്വദിച്ചാണ് ഞാൻ നടന്നത്. ദേവിയെ തൊഴുമ്പോഴും ആളിനെ നോക്കാതെ നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അപ്പച്ചി തലചുറ്റി വീണത്. വീഴ്ചയിൽ തല കല്ലിൽ ഇടിച്ച് രക്തം വാർന്നു. ഞാനും ശിവേട്ടൻ ഓടിയെത്തുമ്പോഴേക്കും അച്ഛനും എത്തിയിരുന്നു. ആരോ അപ്പച്ചിയുടെ മുഖത്ത് വെള്ളമൊഴിച്ചു. ചക്കരെ മോളെ, അച്ഛൻ കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. അതിശയം കൊണ്ടെന്റെ കണ്ണു വിടർന്നു. അച്ഛൻ ചക്കരയെന്ന് വിളിക്കുന്നത് എന്നെയല്ല, അപ്പച്ചിയാണ്. വെള്ളം മുഖത്ത് വീണിട്ടും അപ്പച്ചിയുടെ ബോധം തെളിഞ്ഞില്ല. അച്ഛൻ ചക്കരയെന്ന് വിളിച്ച് കരയുന്നുണ്ടായിരുന്നു. പിന്നെ താമസിച്ചില്ല. ഒറ്റൻ അപ്പച്ചിയെ കോരിയെടുത്ത് മുന്നോട്ട് നടന്നു. അച്ഛൻ അപ്പോഴേക്കും കാറിന്റെ ഡോർ തുറന്നു കൊടുത്തിരുന്നു. അപ്പച്ചിയെ പുറകിലേക്ക് സീറ്റിൽ ശിവേട്ടൻ മടിയിൽ കിടത്തി. കൂടെ ഞാനും കയറി. യാത്രയിലുടനീളം അച്ഛൻ അപ്പച്ചിയെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. സിറ്റി ഹോസ്പിറ്റലിലേക്കാണ് അപ്പച്ചിയെ അഡ്മിറ്റ് ചെയ്തത്. അപ്പച്ചിയെ ഐസിയുടെ ഉള്ളിൽ കിടത്തി. പുറത്ത് ഞങ്ങളെല്ലാവരും നിന്നു. ശിവേട്ടൻ ഒരല്പം മാറിയാണ് നിൽക്കുന്നത്. അച്ഛനെ അഭിമുഖീകരിക്കാൻ വിഷമുള്ളതുപോലെ തോന്നി. അച്ഛനും ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. അച്ഛൻ ആരൊക്കെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടുതൽ വീട്ടിലേക്കും ഫോൺ ചെയ്തു. മറുവശത്ത് നിൽക്കുന്ന ആൾക്ക് കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് അച്ഛന്റെ ഫോൺ സംഭാഷണം കേട്ടപ്പോൾ മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ വന്നു. അച്ഛനെ പരിചയമുള്ള ആളായിരുന്നതിലാവാം അച്ഛൻ ഡോക്ടറിനൊപ്പം ക്യാബിനിലേക്ക് പോയി. ഞാൻ ശിവേട്ടനെ നോക്കി. ഒരു ഭിത്തിയിൽ ചാരി ഇരിക്കുകയാണ്. ഐസിയുടെ വാതിൽ തന്നെ കണ്ണുനട്ടിരിക്കുന്നു. ഒരുപക്ഷെ സ്വന്തമെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആകെയുള്ള ആളുകൂടി നഷ്ടമാകുമോ എന്ന ഭയമാകാം. പതുക്കെ ഞാൻ അടുത്തു ചെന്നു. ഇപ്പോഴും വാതിലിലേക്ക് തന്നെ നോക്കിയിരിപ്പാണ്. മനസ്സ് ഇവിടെയൊന്നും ഇല്ലെന്ന് തോന്നി. ഞാൻ മെല്ലെ ശിവേട്ടന്റെ തലയിൽ തലോടി. പെട്ടെന്നാണ് എന്നെ ചേർത്ത് പിടിച്ച് എന്റെ ദേഹത്തേക്ക് മുഖം ചേർത്ത് വെച്ച് ശിവേട്ടൻ വിതുമ്പിയത്. അതിലൊരു ആശ്രയം തേടുന്ന മനസ്സുണ്ടായിരുന്നു. ഒരു നിമിഷം ഞാനും പരിസരം മറന്നു. പതുക്കെ ആ മുടിയിലൂടെ വെല്ലോടിച്ചു. 1-2 നിമിഷം കഴിഞ്ഞപ്പോഴാണ് രണ്ടാൾക്കും പരിസരബോധം വന്നത്. പെട്ടെന്ന് പിടിവിട്ട് ശിവേട്ടൻ എഴുന്നേറ്റു. ആളിന്റെ മുഖത്തൊരു ചമ്മലുണ്ടായിരുന്നു. എനിക്കും എന്തോ ഒരു ചമ്മലുണ്ടായിരുന്നു.